ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെ സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. ഇപ്പോഴിതാ അതിനു പിന്നാലെ രാത്രിയിൽ നടിമാരുടെ മുറിയുടെ വാതിൽ തട്ടുന്നു എന്ന മുകേഷിനെതിരായ ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. സിനിമാ രംഗത്തുള്ള ഒരു പ്രശസ്ത സംവിധായികയാണ് മുകേഷിനെതിരായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് പറയുന്നു. മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് താമസം മാറാൻ തന്നോട് മുകേഷ് നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പലതവണ തന്നോടിത് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രാവിനോട് ഇത് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്ന് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും കൽക്കട്ട സ്വദേശിയായ ടെസ് പറയുന്നു. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീറ്റു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടയിലാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മലയാള നടിമാർ നേരിടുന്ന ക്രൂരതകളെ കുറിച്ചാണ്. മലയാളം സിനിമയിൽ അവസരം ലഭിക്കാൻ സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിലുള്ളത്. രാത്രിയിൽ മുറിയുടെ വാതിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും. പലരും പലതും സഹിക്കുന്നത് ഒറ്റപ്പെടുമെന്ന് പേടിച്ചിട്ടാണ്. വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്നു. നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം പരാമർശങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനു പിന്നാലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, തനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി മാളവിക ശ്രീനാഥ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പലരും വിമർശനങ്ങളുമായിട്ട് എത്തി. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും എന്ന കാരണം ചുമത്തി പല വിവരങ്ങളും ഒഴിവാക്കിയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നില്ല എങ്കിൽ ഇതിലുൾപ്പെട്ട വ്യക്തികളെ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. അതുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ ഇതിൽ നിന്നും മനഃപൂർവ്വം മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ നടി മാളവികയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നടി പറയുന്നത് ഇപ്രകാരമാണ്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, താനും അതിനൊരു ഇരയാണ്. ഇതുവരെ വേറെ എവിടെയും താനിത് തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തനിക്കൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ധൈര്യമായി തുറന്നു പറയാം. 3 കൊല്ലം മുമ്പ് ഒരാൾ തന്നെ വിളിച്ചു. മഞ്ജു വാര്യരുടെ സിനിമയിൽ അവരുടെ മകളായി അഭിനയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ആരായാലും വീണു പോകുമല്ലോ. താനും അത് കേട്ടപ്പോൾ വിശ്വസിച്ചു പോയി. സിനിമാ മേഖലയിൽ തനിക്ക് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സംഭവം ശരിക്കുമുള്ളതാണോ എന്ന് മനസ്സിലായിരുന്നില്ല. എങ്കിലും ഓഡിഷന് പോകാമെന്ന് താൻ തീരുമാനിച്ചു. തൃശൂരിൽ വെച്ചായിരുന്നു ഓഡിഷൻ. അമ്മയുടെയും അനിയത്തിയുടെയും ഒപ്പമാണ് പോയത്. ഒരു ചില്ലിട്ട റൂമിലായിരുന്നു ഓഡിഷൻ നടന്നത്. കുറെ കഴിഞ്ഞപ്പോൾ മുടി അല്പം പാറിക്കിടക്കുകയാണ്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അത് ശരിയാക്കാൻ അവിടെയുള്ള ആൾ പറഞ്ഞു. എന്നാൽ താൻ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മുടി ശരിയാക്കുന്നതിനിടയിൽ അയാൾ വന്ന് പിറകിൽ പിടിക്കുകയായിരുന്നുവെന്ന് മാളവിക പറഞ്ഞു. വലിയ തടിയും ഉയരവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. എന്നാൽ തള്ളി മാറ്റി ഓടിക്കൂടെ എന്നൊക്കെ ചിലർ പറയും. പക്ഷെ ചില സമയത്ത് ഒന്നിനും കഴിയാതെ വരും. താൻ വിറച്ചു പോയെന്ന് മാളവിക കൂട്ടിച്ചേർത്തു. അന്ന് തനിക്ക് അധികം പ്രായമില്ല. തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. മാളവിക ഒന്ന് മനസ്സുവെച്ചാൽ അടുത്തത് ജനങ്ങൾ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ മകളായിട്ട് ആയിരിക്കുമെന്ന് അയാൾ പറഞ്ഞു. അമ്മയും അനുജത്തിയും പുറത്തിരുന്നോട്ടെ, മാളവിക 10 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. താൻ അപ്പോഴേക്കും കരയാൻ തുടങ്ങി. അയാളുടെ കയ്യിലെ ക്യാമറ തട്ടിക്കളഞ്ഞ് താൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഒന്നും നോക്കാതെ മുന്നിൽ കണ്ട ബസ്സിലേക്ക് ഓടിക്കയറി. ഇതുപോലെ നിരവധി അനുഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ടെന്ന് മാളവിക വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന ചില മൊഴികൾ കൂടെയുണ്ട്. അത് മകളെ നടിയാക്കാൻ വരുന്ന ചില അമ്മമാരെ കുറിച്ചാണ്. പെൺമക്കളുമായിട്ട് സിനിമയിലേക്ക് എത്തുന്ന അമ്മമാരും നീറ്റല്ല. അഭിനയിക്കാൻ അവസരം കിട്ടുന്നതിന് ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്ന അമ്മമാരുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനായി മകളെ ദുരുപയോഗം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന അമ്മമാർ വരെ സിനിമാ രംഗത്തുണ്ട്. അതേസമയം നടി രേവതിയും ഇതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. രേവതി പറയുന്നത് ഇപ്രകാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടാനൊന്നുമില്ല. കാരണം എല്ലാം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റിപ്പോർട്ട് പുറത്തു വന്നാലേ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് WCC പറഞ്ഞത്
ഇത്രയും ഗൗരവമേറിയ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് രേവതി പറഞ്ഞു. മലയാള സിനിമയെ ഒരു സുരക്ഷിത മേഖലയാക്കാനാണ് WCC ഇത്രയധികം കഷ്ടപ്പെട്ടത്. നീതി ഒരുപാട് താമസിച്ചുവെങ്കിലും ഇപ്പോഴെങ്കിലും ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് WCC ഒരുമിച്ച് തീരുമാനമെടുക്കും. അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നും എല്ലാവർക്കും റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ടെന്നും രേവതി വ്യക്തമാക്കി. അതിനോടൊപ്പം തന്നെ നടൻ ആസിഫ് അലിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി പ്രതികരിച്ച് രംഗത്തെത്തി. തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നു. അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും നടൻ ആസിഫ് അറിയിച്ചു. പ്രശസ്ത സിനിമാ നടിയായ രമ്യ നമ്പീശനും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അന്ന് പ്രതികരിച്ചതുകൊണ്ടാണ് എനിക്ക് പല സിനിമകളും നഷ്ടമായതെന്ന് രമ്യ നമ്പീശൻ പറയുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, രമ്യ നമ്പീശൻ ഒരു കാലത്ത് ഒരുപാട് തിളങ്ങി നിന്ന ഒരു നായിക തന്നെയാണ്. അതിനുശേഷം അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്നു. വളരെ നന്നായി അഭിനയിക്കാൻ അറിയുന്ന നല്ലൊരു കഴിവുള്ള നടി തന്നെയാണ് രമ്യ നമ്പീശൻ. എന്നാൽ കുറച്ച് സിനിമകൾക്ക് ശേഷം അവരെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. എല്ലാ കഴിവുകളുണ്ടായിട്ടും മാറി നിൽക്കേണ്ടി വരിക എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം ആരോപണങ്ങൾ ജനങ്ങൾ അറിയുന്നത് തന്നെ. എന്നാൽ പ്രശസ്തരായ പല സിനിമാ നടന്മാരും പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സിനിമയിൽ ഇല്ല എന്നാണ്. എന്നാൽ ഇത്തരം ചൂഷണങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ടെന്ന് ചിലർ വാദിക്കുന്നു. എന്നിരുന്നാലും നല്ല കഴിവുള്ള ആളുകൾ ഇത്തരം ചൂഷണങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്.